9 നടന്ന MLA കുപ്പായം PV അൻവർ അഴിച്ചുവെക്കുമ്പോൾ ഒരു യുഗാന്ത്യമായാകും ചിലർക്കെങ്കിലും തോന്നുക. പ്രത്യേകിച്ച് അൻവറിന്റെ ആരോപണ ശരങ്ങളേറ്റ് പിടഞ്ഞവർക്ക് ഇത് വലിയ അളവിൽ ആശ്വാസമാകുന്നുണ്ട്. 9 വർഷത്തെ MLA കുപ്പായം PV അൻവർ ഉപേക്ഷിക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചലനമുണ്ടാക്കിയ ഒരു നേതാവിന്റെ യുഗാന്ത്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഫയർ ബ്രാൻഡായി 2011 അവതരിപ്പിക്കുകയും കടന്നൽ രാജയായി ആഘോഷിക്കുകയും ചെയ്ത അൻവർ അവസാനം CPM-നെതിരെ തന്നെ തിരിഞ്ഞതും ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ആരെയും കൂസാതെയുള്ള അൻവറിന്റെ യാത്രയ്ക്ക് CPM പിന്തുണ ചെറിയ കാര്യമായിരുന്നില്ല. വിദേശത്ത് ബിസിനസ്സുമായി മാസങ്ങളോളം നിലമ്പൂരിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും അൻവറിനെ CPM വല്ലാതെ സംരക്ഷിച്ചു. അൻവറിന്റെ പ്രത്യുപകാരം രാഹുൽ ഗാന്ധിയെ പോലും മോശം വാക്കുകൾ കൊണ്ട് ആക്രമിച്ചായിരുന്നു. 2011 ഏറനാട്ട് CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ CPM അവതരിപ്പിച്ചതാണ് PV അൻവറിനെ. അവിടെ കരുത്ത് കാട്ടിയതോടെ നിലമ്പൂരിൽ 2016 സീറ്റ് നൽകി. കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കിയ നിലമ്പൂർ അതോടെ ചുവന്നു. 2021 മിന്നും വിജയം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശത്രുപക്ഷത്തായതോടെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള നെട്ടോട്ടത്തിലായി അൻവർ. പഴയ മിത്രം ശത്രുപാളയത്തിലെത്തിയതോടെ CPM-ഉം വെറുതെ ഇരുന്നില്ല. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK-യുമായി ചേരാനുള്ള അൻവറിന്റെ നീക്കത്തെ വെട്ടിയത് പിണറായി വിജയൻ. ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ UDF-ഉമായി മകന്നു. രാഷ്ട്രീയമായ നിലനിൽപ്പില്ലാതിരുന്നപ്പോഴാണ് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമണത്തിന്റെ പേരിലെ അറസ്റ്റും ജയിൽവാസവും. ഇതോടെ വീണ്ടും സ്വീകാര്യത ലഭിച്ചതോടെ അതിവേഗത്തിൽ തൃണമൂലിൽ അംഗത്വം സ്വീകരിച്ചു. പിന്നാലെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയും ഇനി നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന പ്രഖ്യാപനവും. UDF പ്രവേശനം തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. എന്നാൽ നിലമ്പൂരിൽ മലപ്പുറം DCC പ്രസിഡന്റ് ജോയിയെ തന്റെ പിൻഗാമിയായി മത്സരിപ്പിക്കണമെന്ന അൻവറിന്റെ പരസ്യ പ്രഖ്യാപനം ചർച്ചകളെ ബാധിക്കുമെന്നുറപ്പാണ്. ഈ പ്രസ്താവനയിൽ തട്ടി മുന്നണി പ്രവേശനം അടഞ്ഞാൽ എന്ത് ചെയ്യും അൻവർ എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കും.